Hi, I am Henna Ayub. I am a psychologist. I come from a very small village in Wayanad. Today, I'll be talking about relationships and about being in a marriage. I got engaged at the age of 19 and got married at 20. ഞാൻ എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ കല്യാണാലോചന വരുന്നതും കല്യാണത്തിന് സമ്മതം മൂളുന്നതും. ദ ഫണ്ണി പാർട്ട് ഈസ് ദാറ്റ് എനിക്ക് ലോങ് ടൈം ആയിട്ടൊരു ക്രഷ് തോന്നിയ ആളെ തന്നെയായിരുന്നു വീട്ടുകാർ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതെന്നുള്ളതാണ്. ആൻഡ് ഹി വാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഹിസ് MBBS ആൻഡ് ഹി വാസ് പ്രിപ്പയറിങ് ഫോർ ഹിസ് NEET PG. അങ്ങനൊരു സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ പോകാനിരിക്കുന്ന സമയത്താണ് കല്യാണം വരുന്നത്. ഇറ്റ് വാസൻറ്റ് ഈസി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പ് ആൻഡ് ഡൗൺ ട്രാവലായിരുന്നു ആ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. ആഴ്ചകൾ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയാകുമ്പം എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തണം, ആളെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം. അതിലങ്ങനെ പോകുന്നൊരു ഹണിമൂൺ ഫേസൊക്കെയാണ് ഉണ്ടായിരുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു സൈക്കോളജിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്താ പറയുക, ഒരു ആവറേജ് സ്കോർ ചെയ്യുന്ന എന്നാലൊരു എന്താ പറയുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്കൊക്കെ വാങ്ങിക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ ഐ വാസ് വെരി പാഷനേറ്റ് അബൌട്ട് ടേക്കിംഗ് സൈക്കോളജി ആസ് മൈ സബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും ആഗ്രഹിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് MPhil എടുക്കണം, PhD എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എനിക്ക് കല്യാണം എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ വന്നതോടുകൂടെ ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാൽ മതി എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമായി എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ കാലങ്ങളും. ആ സമയത്ത് വളരെ നല്ല രീതിക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ആളുടെ ഒരു നിർബന്ധം കൂടിയായിരുന്നു ഞാൻ ആ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഏറ്റവും വൃത്തിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദി ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഐ കെയിം ടു നോ ദാറ്റ് ഐ എം പ്രഗ്നൻറ്റ്. അപ്പം പഠിച്ചിറങ്ങി 4 മാസം കഴിയുമ്പോഴത്തേന് എനിക്ക് എൻ്റെ ഫസ്റ്റ് മോളുണ്ടായി. വിത്തിൻ അനദർ 3 years എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. അതിൻ്റെ ഇടയിൽ ഒരുപാട് നാടുകൾ ഞങ്ങൾ മാറി മാറി താമസിച്ചു. ആൾ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറുകൾ വരും. നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോകും. പുതിയ വീടുകൾ വരും. പുതിയ വീട്ടുകളിൽ നമ്മൾ സെറ്റിലാവും. നല്ല നെയ്ബേഴ്സ് വരും, നല്ല ഫ്രണ്ട്സ് വരും ലൈഫിൽ. പിണക്കങ്ങൾ വരും, ഇണക്കങ്ങൾ വരും. പുതിയ ഫാമിലീനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പുതിയ ആളെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മനസ്സിലാക്കുന്ന ഒരു കാലം. അങ്ങനെ ആ കഴിഞ്ഞ 10 വർഷം അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് നിങ്ങളെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ സൈക്കോളജിയിൽ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ടാണ് ഞാൻ തീരുമാനിച്ചത് റിലേഷൻഷിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യണം, അതിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പഠിക്കാമെന്നുള്ളത്. ആ സമയത്ത് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇന്നത്തെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്ന് ഒരു മാരേജിലിരിക്കുന്ന എല്ലാവരോടും പറയണം എന്നുള്ളതും അതിലെ കോർ ഫാക്ടേഴ്സ് എല്ലാവരും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങളും നല്ല ഹാപ്പി റിലേഷൻഷിപ്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. നമ്മൾ പൊതുവെ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാരേജ് ഈസ് എഫേർട്ട്ലെസ് എന്നുള്ളതാണ്. അങ്ങനെയാണോ? മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും എഫേർട്ട്ലെസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ നന്നായി എഫേർട്ട് ഉണ്ട്. മാരേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നന്നായി എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഇമോഷനും നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ ഇമോഷനും മനസ്സിലാക്കുന്നിടത്താണ് ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടായി വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മൂന്നാമതായിട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ഒത്തിരി സ്കില്ലുകൾ ചേർന്ന് വരുന്ന സമയത്താണ് നമുക്ക് രണ്ടുപേർക്ക് എത്രയും നന്നായി ചേർന്നിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളിടത്തിലാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഘടകം തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സൈക്കോളജിയിലെ തിയറിയിലേക്ക് വരികയാണെങ്കിൽ റോബർട്ട് സ്റ്റേൺബർഗാണ് തിയറി ഓഫ് ലവ് പറഞ്ഞിട്ടുള്ളത്. തിയറി ഓഫ് ലവിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫാക്ച്വേഷനാണ്. നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഫസ്റ്റ് സ്പാർക്ക് തോന്നിയിട്ടുണ്ടാവുക. ഒരു ആൺകുട്ടീനെ കാണുന്ന സമയത്ത് എന്തോ ഒരു ഫീലിംഗ് അല്ലേ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഉള്ളിലുണ്ടാവുന്ന ഒരു സ്പാർക്ക് ഫീലിങ്ങിനെയാണ് റോബർട്ട് സ്റ്റേൺബർഗ് ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട്
the sexual attraction, the physical attraction and the romance that we have in the stage of relationship. രണ്ടാമതായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഈസ് ഓൾ അബൌട്ട് ദി ഇമോഷണൽ കണക്ഷൻ ദാറ്റ് വി ഫീൽ. നമ്മുടെ കൂടെയുള്ള ആളോട് നമുക്ക് തോന്നുന്ന ഒരു ബോണ്ട്, നമുക്ക് ആ കെയർ കൊടുക്കാൻ തോന്നുന്ന ഒരു തോന്നൽ, ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ആ ഒരു ബോണ്ട്നെസ്സിനെയും ആ ഒരു ഇമോഷണൽ ക്ലോസ്നെസ്സിനെയാണ് ഇൻറ്റിമസി എന്ന് വിളിച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ളതും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇയാൾ എൻ്റെതാന്നുള്ളതും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതും നമ്മുടെ ബൗണ്ടറീസിനെ ഏറ്റവും നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തുടക്കകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാവിങ് ദറ്റ് സ്പാർക്ക്, റൊമാൻസ്, ലവ് ഒക്കെ നമുക്ക് ആദ്യം പറഞ്ഞ ഇൻഫാക്ച്വേഷൻ വന്നിട്ടുണ്ടാവാം. ഒരു പരിധിവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻറ്റിമസിയും കൂടി ആയിരിക്കാം, ഇമോഷണൽ കണക്ഷൻ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. മാരേജ് റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ഡീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ചില റിലേഷൻഷിപ്പിൽ ഇൻഫാക്ച്വേഷനും ഉണ്ട്, കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്തായിരിക്കും? ചിലപ്പം ബിസിനസ്സിൻ്റെ തിരക്കുകളായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ജോലി തിരക്കാണ്, തിരിച്ച് അവർക്ക് വന്നിട്ട് അവർ ചിലപ്പം സെക്ഷലി അവർ കണക്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരെന്താ പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നന്നായിട്ട് കമ്മിറ്റഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ അവർക്ക് മിസ് ഔട്ട് ചെയ്യുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കാം. ഇനിയല്ല, ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷനും അവർക്കുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. ദേ മൈറ്റ് ബി മിസ്സിങ് ഔട്ട് ദെയർ സെക്ഷൽ ഏരിയാസ്. അവരുടെ ആ ഒരു സ്പാർക്കോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കണക്ഷനായിരിക്കും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഏതൊരു പോയിൻ്റ് ഓഫ് റിലേഷൻഷിപ്പിലോ ഒരു ഫേസിലോ ആണെങ്കിലും നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒരു 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഓരോ ഏരിയാസിലും നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു 3 കമ്പോണൻറ്റും ഏറ്റവും ഭംഗിയായിട്ട് വരുന്നിടത്താണ് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പും നല്ലൊരു സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഇത്ര അധികം ക്ലയൻസിനെ കണ്ടതും ഇത്ര അധികം എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ കേൾക്കുന്ന കഥകളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, ഓരോരുത്തർ ജീവിച്ച് വളർന്ന സാഹചര്യം, അതേപോലെ ഒത്തിരി ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ഫാക്ടർ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മളൊരു കേരള കോണ്ടെക്സ്റ്റിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 5 ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് വീട്ടിലൊരു കല്യാണം വരുന്നു, കല്യാണം ഉറപ്പിക്കുന്നു, നമ്മളെല്ലാവരും പോകുന്ന ഒരു അടിപൊളി സ്റ്റേജാണ് ഹണിമൂൺ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദി ട്രിപ്പ് ദാറ്റ് വി ഗോ സൂൺ ആഫ്റ്റർ ദി മാരേജ്, ഇറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മാരേജ് വെയർ കല്യാണത്തിൻ്റെ ആഘോഷം, ഡ്രസ്സ് എടുക്കുന്നു, വി ആർ ടു മച്ച് എക്സൈറ്റഡ്, പുതിയൊരാളെ പരിചയപ്പെടുന്നു, പുതിയൊരു വീട്ടിൽ ചെല്ലുന്നു. ഇൻ കേരള ഇറ്റ്സ് നോട്ട് അബൌട്ട് 2 people ഗെറ്റിംഗ് മാരീഡ് അല്ലേ, ഇറ്റ്സ് അബൌട്ട് 2 families കമ്മിങ് ടുഗെദർ, 2 സൊസൈറ്റിയൽ നോംസ് കമ്മിങ് ടുഗെദർ. അങ്ങനെ ഒരുപാട് പ്രഷറുകളാണ് നമ്മൾ മേലേക്ക് വരുന്നത്. എന്നാൽ കൂടെ നമ്മൾ ആ ഒരു ഹണിമൂൺ ഫേസിൽ വി ആർ ട്രൈങ് ടു ബി ദി ബെസ്റ്റ് ദെയർ അല്ലേ. എന്നാൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ഒരു പക്ഷേ നമ്മളൊരു ഫസ്റ്റ് ഫേസ് ഓഫ് ബിക്കോസ് നമ്മൾ കുറേ കൂടെ എക്സൈറ്റഡ് ആണ് ആ ഒരു ഫേസിൽ. സൂൺ ആഫ്റ്റർ നമ്മൾ ആ ഒരു 4-5 മാസങ്ങൾ മാരീഡ് ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു ഫേസാണ് അണ്ടർസ്റ്റാൻഡിങ് ദി ഡിഫറൻസസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. ഞാൻ എന്നൊരു സ്ത്രീ എന്തൊക്കെ കാര്യങ്ങൾ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ്ലി കിട്ടുന്നില്ല എന്നുള്ളതും, അതേപോലെ ഞാൻ ചെന്നുപെട്ട വീട്ടിൽ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു ഫേസൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് വരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദി ഡിഫറൻസ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ആൻഡ് ഇഫ് യു ആസ്ക് മീ, ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഏത് ഫേസ് ഓഫ് മാരീഡ് ലൈഫാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ അണ്ടർസ്റ്റാൻഡിങ് ദി ഡിഫറൻസ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഞാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് മാത്രമുള്ളൊരു കുഞ്ഞു കുടുംബത്തിലാണ്. ഞാൻ, ഉപ്പ, ഉമ്മ, അനിയത്തി. ഞങ്ങൾ രാവിലെ ഒരു ചെറിയൊരു ഭക്ഷണം കഴിച്ച് ഉച്ചക്കേക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചൊരു 4 കറികളും ഒരു ചോറും ഉള്ള എന്നാൽ പെട്ടെന്ന് എന്താ പറയുന്നത് വിളമ്പാൻ പറ്റുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കി അതേ കറികൾ രാത്രി യൂസ് ചെയ്ത് ഒരു 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ 2 ചെറിയ എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്ന് ഞാൻ എത്തിപ്പെടുന്ന ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രാവിലെ ഒരു ചായയും സ്നാക്കും കഴിച്ച് ഒരു ബ്രഞ്ചിൻ്റെ ടൈം ആവുന്ന സമയത്ത് വെരി ഗ്രാൻഡ് ഫീസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വൈകുന്നേരം 4-5 മണിയാവുന്ന സമയത്ത് ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്ന, എന്നാൽ രാത്രിത്തെ ഭക്ഷണം 11 മണിയോളം ആവുന്ന ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീട്ടിലേക്കാണ് ഞാൻ ചെന്ന് കെട്ടുന്നത്. നമ്മളീ കാണുന്ന, നമ്മളീ സ്നേഹിക്കുന്ന, നമ്മൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു മനുഷ്യനിലെ സ്വഭാവങ്ങൾ, വ്യത്യാസങ്ങൾ, എന്ത് ഇയാൾക്ക് ഇഷ്ടപ്പെടും, എന്ത് എനിക്കിഷ്ടപ്പെടും, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഫേസാണ് അണ്ടർസ്റ്റാൻഡിങ് ദി ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നൊരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾ എന്ന് പറയുന്നൊരു ഫേസാണ്. കാരണം നമ്മളിങ്ങനൊരു മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചേർന്നിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് പിന്നെ നമുക്ക് വരുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. സ്ട്രഗിൾ എന്ന് പറയുന്ന ഫേസിൽ മിക്കപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറ്റപ്പെടുത്തലുകളായിരിക്കും. നിനക്ക് അങ്ങനെ ചെയ്താൽ എന്താ, നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ നിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ നീ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു, നീ എന്തുകൊണ്ട് എൻ്റെ മേൽ സൗണ്ട് ഉയർത്തി സംസാരിച്ചു, അങ്ങനെ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾസോ വരുന്ന ഒരു ഫേസ് ആയിരിക്കും. ആൻഡ് വാട്ട് വാസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ മൈ റിലേഷൻഷിപ്പ് എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ദ റെസ്പെക്ട് ദാറ്റ് ഐ ഹാഡ് ഫോർ ഹിം ആൻഡ് ദ റെസ്പെക്ട് ദാറ്റ് ഹീ ഹാഡ് ഫോർ മീ. ഒരുപാട് ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് വന്നൊരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം ഞാൻ സംസാരിച്ച് നോക്കി, ഞാൻ അവനോട് എൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അവനത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഓഫ് ടോക്കിംഗ് ടു എ പ്രൊഫഷണൽ. ഞാൻ ഫസ്റ്റ് ഓർത്തൊരു കാര്യം, എത്ര ഭംഗിയായാണ് ആ കുട്ടി അത് ഡീൽ ചെയ്തതെന്നുള്ളതാണ്. പൊതുവേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറയുമായിരിക്കും, അല്ലെങ്കിൽ ഉപ്പാനോട് ചെന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് പറയും. ദ റൈറ്റ് പേഴ്സൺ, ഇപ്പം ആരാ റൈറ്റ് പേഴ്സൺ നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വി മൈറ്റ് സെർച്ച് ഫോർ സംവൺ. നമ്മൾ വിശ്വസിക്കുകയാണ് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നമ്മളെ ചിലപ്പം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് നമ്മളെ കോണ്ടെക്സ്റ്റിന് എത്ര നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം മൂന്നാമതൊരാൾ ഇടപെട്ടു എന്നുള്ളത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടിയ കുറേ കേസുകൾ നമ്മൾ കാണുന്നത്. മിക്കപ്പോഴും കേസുകൾ നമ്മൾ ഈ സ്ട്രഗിൾ ഫേസിലല്ല കാണുക, അടുത്ത ഫേസായിട്ടുള്ള റിപ്പയറിങ് ഫേസിലായിരിക്കും. കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഫാമിലീസ് അറിഞ്ഞിട്ടുണ്ടാവും. ഇതിലിനി പരിഹരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അകന്ന ഒരു ഫേസിലാണ് മിക്കപ്പോഴും നമ്മൾ കേസ് കാണുന്നത്. ദാറ്റ് ഫേസ് ഈസ് കോൾഡ് റിപ്പയറിങ് ഫേസ്. ദേ ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് ഈ വന്ന സ്വരച്ചേർച്ചകളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഡിഫറൻസിനെ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ളത് അവർ സംസാരിക്കുന്ന ഒരു ഫേസാണ്. ചില കപ്പിൾസ് അത് അടിപൊളിയായിട്ട് ഡീൽ ചെയ്ത് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഒരാളെ ഉമ്മ ഏറ്റവും നന്നായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഉമ്മ അതിൽ ഏറ്റവും നന്നായിട്ട് അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിടത്തിലാണ് ഇന്ന് അവർ വീട്ടിൽ ഹാപ്പി ആയിട്ടുള്ളത്. നേരെ തിരിച്ചു ഉമ്മാനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉമ്മ ഈസ് വെരി ടോട്ടലി ഡിഫറെൻറ്റ്. ഇവർ രണ്ടുപേരെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രണ്ടാൾക്കാരാണ്. പക്ഷെ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട്, അതിന് ഏറ്റവും ഭംഗിയിൽ അവരത് ചേർത്ത് വെക്കാൻ വേണ്ടി അവരെത്രത്തോളം എഫേർട്ട് ഇട്ടു എന്നുള്ളത്. അപ്പോൾ ആ ഒരു റിപ്പയറിങ് സ്റ്റേജിനെ ഏറ്റവും ഭംഗിയായി ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു ഫേസ് ഉണ്ട്, എൻഡ്യൂറിങ് ഫേസ് എന്ന് പറയുന്നത്. ആ എൻഡ്യൂറിങ് ഫേസിലാണ് ആക്ച്വലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടെ നമ്മൾ രണ്ടുപേരും കമ്മിറ്റഡായി ചേർന്നിരുന്ന് അതിന് ഏറ്റവും ബെസ്റ്റ് രീതിക്ക് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പഠിക്കുന്ന ഒരു ഫേസാണത്. അവിടെ വരുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഫേസ് എല്ലാം നമ്മൾ കടന്നുപോയി ഒരു മാരേജിൻ്റെ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വിടാനുള്ളതല്ല നമ്മുടെ ഹണിമൂൺ ഫേസ് മുതലുള്ള സ്റ്റേജസ്. എപ്പോഴും ആ പുതുമ നിലനിർത്തി അതിലെപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എഫേർട്സ് പുട്ടിൻ ചെയ്ത് അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ അതിൻ്റെ ആ ഒരു സ്പാർക്ക് നിലനിർത്തുന്നിടത്താണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ഫേസിലും നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ ഏറ്റവും ബെസ്റ്റ് ഡീൽ ചെയ്യാനുള്ള ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കൾച്ചറലി വരുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മൾ എങ്ങനെ എൻകൾച്ചർ ചെയ്യാം എന്നുള്ളത് പഠിക്കുക. അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളൊരു സെൽഫിനെ നിങ്ങൾ
ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ പാർട്ട്ണറായി കണ്ടെത്തുന്ന ആളുടെ കുറച്ചെങ്കിലും അവരെക്കുറിച്ചും മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിക്ക് ഒരുപാട് ദൂരം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. And to concluding this, I would like to tell you, marriage is not something that is searching for a right partner. It is becoming the right in yourself and becoming the best in yourself. Thank you so much.